നമസ്കാരം. ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ കണ്ടവരും കണ്ടിട്ടില്ലാത്തവരുമെന്ന 2 വിഭാഗങ്ങളായി ലോകത്തെ വിഭജിക്കുന്ന പ്രശസ്തമായ ഉദ്ധരണി ഇംഗ്ലീഷ് കവി എഡ്വേർഡ് ലിയാറിൻ്റെയോ അമേരിക്കൻ എഴുത്തുകാരനായ മാർക്ക് ട്വെയിൻ്റെയോ ആണ്. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ ഇന്ത്യയിലേക്കുള്ള സന്ദർശനവേളയിൽ ഇതിൻ്റെ ഒരു വകഭേദം പങ്കുവച്ചതോടെയാണ് ഈ ഉദ്ധരണി ആധുനിക പ്രചാരണം നേടിയത്. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുനാ നദിയുടെ തീരത്ത് സ്ഥിതിചെയ്യുന്ന ലോകപ്രശസ്തമായ ചരിത്ര സ്മാരകമാണ് താജ്മഹൽ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയപത്നി മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഈ വെണ്ണക്കൽ സൗധം ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായും പ്രണയത്തിൻ്റെ പ്രതീകമായും അറിയപ്പെടുന്നു. 1632 പണി തുടങ്ങിയ താജ്മഹലിൻ്റെ നിർമ്മാണം 1653 പൂർത്തിയായത്. പേർഷ്യൻ, തുർക്കിഷ്, ഇന്ത്യൻ, ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലികളുടെ മനോഹരമായ സംയോജനമാണിത്. പൂർണ്ണമായും വെളുത്ത മാർബിളിൽ തീർത്ത സ്മാരകത്തിൻ്റെ ചുമരുകളിൽ അമൂല്യങ്ങളായ രത്നങ്ങളും കല്ലുകളും പതിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ പ്രധാന കുംഭഗോപുരവും 4 വശങ്ങളിലുമുള്ള മിനാരങ്ങളും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നു. താജ്മഹലിനോട് ചേർന്ന് മനോഹരമായ പൂന്തോട്ടങ്ങളും ഒരു പള്ളിയും അതിഥികൾക്കായുള്ളൊരു മന്ദിരവുമുണ്ട്. പ്രകൃതി ഭംഗിയും വാസ്തുവിദ്യാ മികവും കൊണ്ട് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ് ഈ സ്മാരകം. ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് ഇതിൻ്റെ പ്രധാന ശില്പി. കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളിയെന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ നോബൽ പ്രൈസ് ജേതാവായ രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചത്. മുംതാസിനോടുള്ള ഷാജഹാൻ്റെ പ്രണയത്തെയും അതിൻ്റെ സ്മാരകമായ സൗധത്തെയും കുറിച്ച് ടാഗോർ ലവേഴ്സ് ഗിഫ്റ്റ് എന്നും ഒരു കവിതയിൽ പരാമർശിക്കുന്നു. ഒരു ചരിത്രത്തെ ഒരു മനോഹരമായ കവിതയാക്കുമ്പോൾ അതിൻ്റെ ഓരോ പാതയും ഓരോ കല്ലും അക്കാലത്തിൻ്റെ സൗന്ദര്യങ്ങൾക്ക് നമ്മളിൽ ഒരു മൃദുസുന്ദരതയും കുളിർമയും സ്നേഹവും നൽകുന്നില്ലേ? ഈ യാത്രയിൽ ആ സൗന്ദര്യം തരുന്ന സ്നേഹത്തെ കെടാവിളക്കായി സൂക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.